പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷൻ നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഇന്റർവ്യൂസിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് നവംബർ 30 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ഹെഡിംഗ് ആണ് ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പ്രസന്റഡ് ടു ആക്ടർ വിക്രാന്ത് മാസി അറ്റ് IFFI 2024. IFFI 2024 നടൻ വിക്രാന്ത് മാസിക്ക് ഈ വർഷത്തെ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി സമ്മാനിച്ചു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗോവയിൽ നടന്ന 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരാണ്? വിക്രാന്ത് മാസി. ഗോവയിൽ നടന്നിട്ടുള്ള 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇതിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫേഴ്സിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു ദ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഫിലിം എന്നിവയെല്ലാം. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത് വിക്രാന്ത് മാസിക്കാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ പീകോക്ക് അവാർഡ് ഇത് ടോക്സിക് എന്ന ചിത്രത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ദ ബെസ്റ്റ് ആക്ടർ ആണെങ്കിൽ ക്ലെമൻ ഫാവറോ, ബെസ്റ്റ് ആക്ട്രസ് രണ്ടുപേർക്കാണ് വെസ്റ്റ മാറ്റ്ലേറ്റ്, ലെവ റുപ്പേക്കേറ്റ്. ദ ബെസ്റ്റ് ഡയറക്ടർ ആണെങ്കിൽ ബോഗ്ഡാൻ മുറേസാനോ. ഇവയെല്ലാം ഇന്നലത്തെ കറണ്ട് അഫേഴ്സിൽ എടുത്തു പറഞ്ഞിരുന്നു. എന്നാലും ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ്. 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം വിക്രാന്ത് മാസിക്ക് നൽകിയത് ആരാണ്? ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. ഗോവയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത്. അദ്ദേഹമാണ് 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം വിക്രാന്ത് മാസിക്ക് നൽകിയിട്ടുള്ളത്. ഗോവയിലെ 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഒരേയൊരു LGBTQ സിനിമ ഏതാണ്? അമ്മാസ് പ്രൈഡ്. അമ്മാസ് പ്രൈഡ് എന്ന ചിത്രമാണ് ഒരേ ഒരു ചിത്രം, അതായത് LGBTQ+ എന്ന ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള ചിത്രം. ഇപ്പൊ LGBTQ എന്നാൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ ആൻഡ് ക്യൂർ. അപ്പൊ ഈ തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരേ ഒരു സിനിമയാണ് അമ്മാസ് പ്രൈഡ് എന്ന് പറയുന്ന ചിത്രം. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1952. ഏതാണ്ട് 72 വർഷം പഴക്കമുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ആണ്. അതുപോലെ തന്നെ ഏഷ്യ തന്നെ പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഫിലിം ഫെസ്റ്റിവൽ ആണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. ഇത് നടന്നിട്ടുള്ളത് ഗോവയിലാണ്. ഇപ്പൊ സ്ഥിരമായിട്ടുള്ള ഒരു വേദി എന്ന് പറയാൻ പറ്റും ഗോവയിലാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടന്നിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ആസ് ഓഫ് ഒക്ടോബർ 2024 313 ഗ്രാമ ന്യായാലയസ് ആർ ഫങ്ഷനിങ് അക്രോസ് ദി കൺട്രി. 2024 ഒക്ടോബർ വരെ രാജ്യത്തുടനീളം 313 ഗ്രാമ ന്യായാലയങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ജുഡീഷ്യറി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആണത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഒക്ടോബർ വരെ ഇന്ത്യയിൽ എത്ര ഗ്രാമ ന്യായാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? 313 ഗ്രാമ ന്യായാലയങ്ങൾ. ഇന്ത്യൻ ജുഡീഷ്യറിയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാമ ന്യായാലയങ്ങൾ. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച്, അതായത് ഒക്ടോബർ 2024 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 313 ഗ്രാമ ന്യായാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും താഴ്ന്ന നിര ഏതാണ്? പ്രാദേശിക പഞ്ചായത്തുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ഗ്രാമ ന്യായാലയങ്ങൾ. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ഇതിന്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഗ്രാമ ന്യായാലയങ്ങൾ ആണ്. മിക്കവാറും ചെറിയ കേസുകൾ ഒത്തുതീർപ്പാക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ലോവസ്റ്റ് ടയർ എന്ന് പറയുമ്പോൾ അത് ഗ്രാമ ന്യായാലയങ്ങൾ. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് 313 ഗ്രാമ ന്യായാലയങ്ങൾ ആണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ ഗ്രാമ ന്യായാലയങ്ങൾ ആരംഭിച്ച വർഷം 2 ഒക്ടോബർ 2009. 2009 ഒക്ടോബർ 2-ാം തീയതിയാണ് ഇന്ത്യയിൽ ഗ്രാമ ന്യായാലയങ്ങൾ ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ ഗ്രാമ ന്യായാലയങ്ങൾ ആരംഭിച്ച സംഘടന ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിന്റെ 114-ാം റിപ്പോർട്ടിൽ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ 2024 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 313 ഗ്രാമ ന്യായാലയങ്ങളും ഇന്ന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റവും ലോക്കൽ പഞ്ചായത്തും സംയുക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റം ആണ് ഗ്രാമ ന്യായാലയങ്ങൾ. ഇത് ആരംഭിച്ചത് 2009-ലാണ്.
ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒന്നാണ് ഗ്രാമന്യായാലയങ്ങൾ. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യൻ ആർമി ലോഞ്ചസ് ഏകലവ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ഓഫീസേഴ്സ് ട്രെയിനിങ്. ഇന്ത്യൻ ആർമി ഓഫീസർമാരുടെ പരിശീലനത്തിനായി ഏകലവ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, അതായത് ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട ഡിഫൻസ് ആയി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 28 ഏകലവ്യ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ ആർമി. ഇപ്പൊ ഇന്ത്യൻ ആർമിയാണ് ഈ കഴിഞ്ഞ നവംബർ 28 ഏകലവ്യ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുള്ളത്. 2024 നവംബർ 28 ഏകലവ്യ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, കരസേന മേധാവി. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ജനറൽ അനിൽ ചൗഹാൻ. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എയർ ചീഫ് മാർഷൽ AP സിംഗ്. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. 2024 ഇന്ത്യൻ ആർമിയുടെ തീം എന്താണ്? ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ. ഇന്നിപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് തന്നെ ടെക്നോളജിയെ ബന്ധപ്പെട്ടുള്ള വാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റംസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് അതിന്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പോൾ AI ബന്ധപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള ആ ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെയും ഫോക്കസ്. ഇതനുസരിച്ച് ഇന്ത്യൻ ആർമിയിലെ 2024 തീം ആണ് ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ. ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ. ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻ ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ് ഏത് സ്ഥലത്താണ്? ഗാന്ധിനഗർ. ബൈസാക് എന്നറിയപ്പെടുന്ന ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻ ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ് ഇതാണ് ഏകലവ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കറണ്ട് അഫയേഴ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് ഗാന്ധിനഗർ ആണ് ഇതിന്റെ ആസ്ഥാനം. ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ് ഇത് ഗാന്ധിനഗറിലാണ്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് മസാറ്റോ കാണ്ട ഇലക്റ്റഡ് 11th പ്രസിഡന്റ് ഓഫ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത് പ്രസിഡന്റായി മസാറ്റോ കാണ്ടയെ തിരഞ്ഞെടുത്തു. ADB നമുക്ക് അറിയാം. ADB എന്താണെന്നും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്താണെന്നും. കാരണം മിക്കവാറും എല്ലാ കറണ്ട് അഫയേഴ്സിലും അതുപോലെ തന്നെ പല പ്രാവശ്യം പല എക്സാമിലും വന്നിട്ടുള്ള ഒന്നാണ് ADBയെ കുറിച്ച്. അതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്നും എന്നാണ് സ്ഥാപിതമായിട്ടുള്ളതും ഏതെല്ലാം സ്ഥലങ്ങളിലാണ് അതിന്റെ ലോൺ പോകുന്നത് എന്നെല്ലാം. ഇത് ഫിനാൻസ് ആയി ബന്ധപ്പെട്ടും ബാങ്ക് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത് പ്രസിഡന്റായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? മസാറ്റോ കാണ്ട. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് മസാറ്റോ കാണ്ടയാണ് ADBയുടെ 11th പ്രസിഡന്റ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത് പ്രസിഡന്റ് മസാറ്റോ കാണ്ട ഏത് രാജ്യത്തു നിന്നാണ്? ജപ്പാൻ. ജപ്പാൻ സ്വദേശിയാണ് മസാറ്റോ കാണ്ട. അദ്ദേഹമാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്. ഏഷ്യൻ വികസന ബാങ്കിൽ എത്ര അംഗങ്ങളുണ്ട്? 69 അംഗരാജ്യങ്ങൾ. 69 മെമ്പർ കൺട്രീസ് അടങ്ങുന്ന ഒന്നാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ഏഷ്യയിലെ പല മേഖലയിലും അതിന് സാമ്പത്തിക സഹായം നൽകുക എന്ന് തന്നെയാണ്. ഇന്ത്യ തന്നെ പറയുമ്പോൾ പല സംസ്ഥാനങ്ങളും ADB നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പുരോഗതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ADB എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്ക് ആണത്. 69 മെമ്പർ കൺട്രീസ് അടങ്ങുന്ന ഒരു ബാങ്ക് ആണ് ADB. ഇതിന്റെ 11th പ്രസിഡന്റ് ആണ് മസാറ്റോ കാണ്ട. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മാൻഡലിയോങ്, ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസിലെ മനീലയിലുള്ള മാൻഡലോഗ് എന്ന സ്ഥലത്താണ് ADBയുടെ ആസ്ഥാനം. ഇന്നത്തെ മറ്റൊരു ന്യൂസ് ഹെഡിംഗിലേക്ക് പോകാം. 59th ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് DGPIG ഇൻ ഒഡീഷ. DGPIGയുടെ 59ാമത് അഖിലേന്ത്യാ സമ്മേളനം ഒഡീഷയിൽ. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 29 മുതൽ ഡിസംബർ 1 വരെ 59ാമത് അഖിലേന്ത്യാ ഡയറക്ടർ ജനറലും ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കോൺഫറൻസ് എവിടെ നടക്കും? ഭുവനേശ്വർ, ഒഡീഷ. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് നവംബർ 29, അതായത് ഇന്നലെ ആരംഭിച്ചിട്ടുള്ള 59ാമത്തെ അഖിലേന്ത്യാ ഡയറക്ടർ ജനറലും ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ കോൺഫറൻസ്. ഇത് 59ാമത്തെ ഒരു കോൺഫറൻസ് ആണിത്. നവംബർ 29 ഇന്നലെ ആരംഭിച്ച ഒരു കോൺഫറൻസ്. ഇത് ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന സ്ഥലത്താണ്. ആദ്യത്തെ അഖിലേന്ത്യാ ഡയറക്ടർ ജനറലും ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കോൺഫറൻസ് നടന്ന വർഷം 2014.
2014 ഏതാണ്ട് 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫറൻസ് ആണ് ഓൾ ഇന്ത്യ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ ഈ കോൺഫറൻസ്. ഓൾ ഇന്ത്യ ഡയറക്ടർ ജനറൽ ആൻഡ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ കോൺഫറൻസ്. ഡയറക്ടർ ജനറൽമാരുടെ, പോലീസ് ഇൻസ്പെക്ടർ ജനറൽമാരുടെ അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ആരാണ്? യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഇന്ന് ഇന്ത്യയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോലീസ് ഫോഴ്സ് ഇത് വരുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലാണ്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സും ഇതും വരുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലാണ്. ഇതനുസരിച്ചുള്ള ഒന്നാണ് ഡയറക്ടർ ജനറൽമാരുടെയും പോലീസ് ഇൻസ്പെക്ടർമാരുടെയും അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിക്കുന്ന മിനിസ്ട്രി എന്ന് പറയുമ്പോൾ അത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഡയറക്ടർ ജനറൽമാരുടെ, പോലീസ് ഇൻസ്പെക്ടർ ജനറൽമാരുടെ 59ാമത് അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇപ്പോഴത്തെ യൂണിയൻ ഹോം മിനിസ്റ്റർ ആണ് അമിത്ഷാ. അദ്ദേഹമാണ് ഈ ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് നവംബർ 30 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസ് ആണ് 59ാമത്തെ ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് ഡയറക്ടർ ജനറൽ ആൻഡ് ഇൻസ്പെക്ടർ ജനറൽ. നമ്മൾ ഇന്ന് 20ഓളം ജനറൽ നോളജ് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.